ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിത് കണ്ണിമാങ്ങ അച്ചാറിടാം. കണ്ണിമാങ്ങ എങ്ങനെ ഉപ്പിലിട്ട് വയ്ക്കുക എന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഉപ്പിട്ട് വെച്ചിരുന്ന കണ്ണിമാങ്ങയാണ്. ഇത് ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടോ ഉപ്പിട്ട് വെച്ചിട്ട്. ഒരു 3.5 കിലോ ഉപ്പിലിട്ട കണ്ണിമാങ്ങയുണ്ട്. നമ്മളതിൻ്റെ വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, അതിൻ്റെ ഊറ്റി വെച്ച വെള്ളമാണിത്. നമുക്ക് അച്ചാറിട്ട് തുടങ്ങാം. ഒരു 100 ഗ്രാം ഉലുവയാണ് വറുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ അച്ചാറിലേക്ക് 100 ഗ്രാം ഉലുവയുടെ ആവശ്യമില്ല, ഭയങ്കര കയ്പ്പായിരിക്കും. അതിന് നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി. ഉലുവ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിത് മാറ്റാം. നമ്മളൊരു 150 കടുക് വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്, നമുക്ക് മാറ്റാം. നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. നല്ലെണ്ണം നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം എരിവുള്ള മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയാണ്. ഇതൊരു 100 ഗ്രാം ഉണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി മുളക് പൊടി എല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു കടായിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിൽ അച്ചാർ സെറ്റ് ചെയ്തെടുക്കാം. പൊടിയിട്ട് കൊടുക്കാം. കടുകൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഉലുവ നമ്മളെല്ലാം ചേർക്കുന്നില്ല കേട്ടോ, അതേ ഇതിനൊരു സ്പൂണ് ചേർക്കുന്നുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നമ്മളൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ 3.5 കിലോ കണ്ണിമാങ്ങയും അതിൻ്റെ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ്. പാത്രം നിറഞ്ഞത് നല്ല ഇതായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഭരണിയിലേക്ക് മാറ്റാം. നമ്മൾ നിറഞ്ഞ് നമ്മുടെ പാത്രം ഫുള്ളായി. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇതൊരു നമുക്ക് നല്ല മഴയില്ല, മഴയാകുമ്പോഴേക്കും എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാവും ഇതിന്. ഇപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. നമ്മളിത് കോരി എടുക്കുമ്പോൾ വെള്ളമുള്ള സ്പൂൺ കൊണ്ടൊന്നും കോരി എടുക്കരുത്. നന്നായിട്ട് കെട്ടി നമ്മൾ തുണിയൊക്കെ ഇട്ട് കെട്ടി ഭംഗിയായിട്ട് വെക്കണം. ഇങ്ങനെ കോരുമ്പോൾ തന്നെ കണ്ടോ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രേവിയാണ് കേട്ടോ. ഇതിൽ ഒന്നും കൂടി ഒന്ന് കുറുകും. ഇത് വൃത്തിയായിട്ട് കഴുകി വരുത്തി വെച്ച് ഉണക്കിയതാണ് നന്നായിട്ട്. എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമുക്ക് നമ്മളെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. കോരി വരടിയിൽ ഒഴിച്ച് കൊടുക്കാം. നമുക്കെല്ലാം കോരി ഒഴിക്കാം. 20 കിലോ കൊള്ളുന്ന ഭരണിയാണ് കേട്ടോ. 20 ലിറ്ററിൻ്റെ ആണ്. ഭരണിയിൽ കണ്ണിമാങ്ങ അച്ചാർ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഉണ്ട്. പാത്രത്തിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് ചൂടാക്കിയിട്ട് ചൂടാറിയ എണ്ണയാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇല നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. തുണിയാണെങ്കിൽ തുണി മതി കേട്ടോ. നല്ല വെള്ള തുണി, വൃത്തിയുള്ള തുണി ഇടാം. എണ്ണയിൽ നനച്ചിട്ട് തുണി ഇട്ട് കൊടുക്കുക. ചുറ്റിനും കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പൂപ്പൽ വരാണ്ടിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അടച്ചു കൊടുക്കാം. ഒരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഭംഗിയായിട്ട് അടച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് തുറക്കുകയോ വെള്ളമുള്ള സ്പൂൺ കൊണ്ട് എടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല.
ആർക്കെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമാകുമ്പോൾ എടുത്ത് കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. നല്ല വൃത്തിയുള്ള തുണിയിട്ട് ഇങ്ങനെ മൂടി കൊടുക്കണം. ഇത് നമുക്ക് കെട്ടി കൊടുക്കാം. നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. നല്ല വൃത്തിയുള്ളൊരു കവറും കൂടെ അതെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ കെട്ടി കൊടുക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടെ ഇട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും അത്രയും നല്ലതാണ്. ഇത്രയുള്ള നമ്മുടെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.